നമസ്കാരം. സുരേഷ് ഗോപി ചിത്രം JSKയുടെ റിലീസുമായി ബന്ധപ്പെട്ട കേസിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി കേരള ഹൈക്കോടതി. ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരാണെന്നും എന്തിനാണ് അത് മാറ്റുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ആരാഞ്ഞു. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പേരുമാറ്റ വിവാദത്തിലാണ് സെൻസർ ബോർഡിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. സമാനമായ പേരിൽ മുമ്പും മലയാളത്തിലടക്കം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത കുഴപ്പം ഇപ്പോഴുണ്ടാവുന്നു. അതിന്റെ സാഹചര്യം എന്താണെന്നും കോടതി ചോദിച്ചു. ജാനകി എന്ന പേര് ഒരു മതത്തിൻ്റെതായി മാറ്റുന്നത് എന്തിനാണെന്നും കോടതി ആരാഞ്ഞു. സെൻസർ ബോർഡും റിവൈസിംഗ് കമ്മിറ്റിയും JSKയ്ക്ക് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ കേസ് പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഇത്തരം പേരുകൾ ഉപയോഗിക്കരുതെന്നും നിയമപ്രകാരം വ്യവസ്ഥകളുണ്ട്. അത് മതവികാരത്തെ അടക്കം വ്രണപ്പെടുത്തുമെന്ന തരത്തിലാണ് സെൻസർ ബോർഡ് മറുപടി പറയാൻ ശ്രമിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരമുള്ളൊരു പേരിൽ എന്താണ് പ്രശ്നമെന്നാണ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മറുചോദ്യം ചോദിച്ചത്. നിയമവിരുദ്ധമായ ഒന്നും ഈ സിനിമയിലോ പേരിലോ ഇല്ല. പിന്നെ എന്തുകൊണ്ട് പ്രദർശനാനുമതി നിഷേധിക്കുന്നതെന്ന ചോദ്യവും നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചു. അതേസമയം എന്തുകൊണ്ടാണ് റിവൈസിംഗ് കമ്മിറ്റിയും സെൻസർ ബോർഡും നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് നിർമ്മാതാക്കൾ മറുപടി നൽകിയില്ലെന്ന ചോദ്യവും ഹൈക്കോടതി ചോദിച്ചു. അതിലൊരു കൃത്യമായ മറുപടി നൽകാൻ കോടതി ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചിത്രം മുംബൈയിൽ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് രേഖകൾ കൈമാറിയിരുന്നോ എന്ന് കോടതി ചോദിച്ചു. റിവൈസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം കോടതിയെ രേഖാമൂലം അറിയിക്കാനും ജസ്റ്റിസ് N നാഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടു. ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജൂൺ 12-ന് സെൻസർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ലഭിച്ചില്ലെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നായതാണ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാൻ കാരണമെന്നാണ് അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിത്രം വെള്ളിയാഴ്ചയായിരുന്നു റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ പ്രതികരണവുമായി ഫെഫ്കയും രംഗത്തെത്തി. സിനിമയുടെ നിർമ്മാതാക്കൾ കടുത്ത ആശങ്കയിലാണെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമ്മർദ്ദത്തിന് വഴങ്ങി പേര് മാറ്റിയാൽ അത്ഭുതമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമാ ടൈറ്റിലെ ജാനകി മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെൻസർ ബോർഡ്. റിവൈസിംഗ് കമ്മിറ്റി പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ലെന്ന് സെൻസർ ബോർഡ് അറിയിച്ചതായി സംവിധായകൻ പ്രവീൺ നാരായൺ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ചിത്രത്തിന്റെയും കഥാപാത്രത്തിന്റെയും പേരിലെ ജാനകി മാറ്റാൻ റിവൈസിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടെന്ന് സംവിധായകൻ ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത്. പ്രദർശനാനുമതി നൽകാത്തത് ചൂണ്ടിക്കാണിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. റിവൈസിംഗ് കമ്മിറ്റി ചിത്രം വീണ്ടും കണ്ട് വിലയിരുത്താൻ തീരുമാനിച്ചെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്തായാലും കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും.